ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഗോവയിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ പോയത് ഗോവയ്ക്കാണ്. ആദ്യം വിചാരിച്ചു ഗോകർണം പോവാമെന്ന്, പിന്നെ ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വിചാരിച്ചത് ഗോകർണം പോകാമെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ ഒരു ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു, ആദ്യം വിചാരിച്ചത് ഗോവയ്ക്കല്ല, അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന്. എന്നിട്ട് ഞങ്ങളവിടെ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അരമ്പോളാണ്, അതായത് നോർത്ത് ഗോവയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു പണി കിട്ടി ഗൈസ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞങ്ങളവിടെ എത്തിയത് ഞങ്ങൾക്ക് പണിയായിരുന്നത്. ഈ കാണുന്ന ബാഗില്ലേ, അത് ഏട്ടൻ്റെ ബാഗായിരുന്നു കേട്ടോ. ആ സെയിം ബാഗ് വേറൊരു പാസഞ്ചർ മാറിയെടുത്തു. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇത് അവരെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തു. അങ്ങനെ ഒരു 1.5 അവർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അതേ ആൾക്കാർ വന്നിട്ട്, അവരുടെ ഒരു ബ്രദറോ ആരോ ആണ്, അവർ വന്നിട്ട് കുറേ സോറിയൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ തിരിച്ച് തന്നു. പാവം. പക്ഷേ നമ്മൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എന്നാലും നമുക്ക് നമ്മുടെ ബാഗ് കിട്ടിയില്ല. അതിലുള്ള സാധനങ്ങളും അങ്ങനെ പ്രഷ്യസൊന്നും ആയിരുന്നില്ല, ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ആ കുട്ടി അത് കൊടുത്തന്നു, വളരെ ഉപകാരമായി അത്. എന്നിട്ട് ഞങ്ങൾ നൈറ്റൊക്കെ ആയപ്പോൾ അവിടെ പോയി ഒരു പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്തു. അത് അവിടുത്തെ ഫോറിനേഴ്സിൻ്റെ ലൈക്ക് ഒരു മ്യൂസിക്കൽ പാർട്ടി ആയിരുന്നു കേട്ടോ. ഏട്ടൻ ഡാൻസ് കളിക്കണതാണ് ആ വീഡിയോ. പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ ബീച്ച് സൈഡൊക്കെ നടന്നു. നൈറ്റ് ആകുമ്പോൾ അറിയാമല്ലോ, ഗോവയിൽ നല്ല വ്യൂ ആണ് കാണാൻ. ടേബിൾ ലൈറ്റ് ഡിന്നേഴ്സും കാര്യങ്ങളും, പിന്നെ സ്പാ സെൻറ്റേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ നൈറ്റ് ആകുമ്പോൾ മാർക്കറ്റ്, ഹിപ്പി മാർക്കറ്റാണ് ഫോറിനേഴ്സിൻ്റെ ഫേവറേറ്റ് ഹിപ്പി മാർക്കറ്റ്, അതൊക്കെ ഓപ്പൺ ആവുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു പിറ്റേ ദിവസമായപ്പോൾ ബൈക്ക് റെൻറ്റിനെടുത്തു. എന്നിട്ട് ബൈക്കിൽ നേരെ